നമ്മളിന്ന് ഈ ജീവിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് നമ്മുടെ ഡയമണ്ട്. എന്നാൽ ഞാൻ പറയുന്നു ഡയമണ്ട് അല്ല, അത് നമ്മുടെ മരങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇല്ലായിരിക്കും, ഭൂരിഭാഗം പേരും വിശ്വസിക്കത്തില്ലായിരിക്കും. പക്ഷേ അതാണ് സത്യം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൂമി വിട്ട് കഴിഞ്ഞ് ഏതെങ്കിലും പ്ലാനറ്റ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡയമണ്ട് കാണും, അല്ലെങ്കിൽ ചിലയിടത്ത് ഡയമണ്ട് മഴ തന്നെ പെയ്യുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, അറിയാമെന്നായിരിക്കും. അപ്പം പല ഗ്രഹങ്ങളിലും പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവമുണ്ട്. ഡയമണ്ട് റെയർ അല്ലായിരിക്കും, പക്ഷേ നമ്മുടെ ഈ യൂണിവേഴ്സിലെ മരം എന്ന് പറയുന്നത് വളരെ റെയർ. നമ്മുടെ ഈ ഭൂമി മാത്രം കണ്ടുവരുന്നൊരു സാധനമാണ് മരം. അത് നമ്മുടെ സ്വന്തം മരം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പോലൊരു ജീവിയാണ് നമ്മുടെ മരം. ആ മരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ. അതറിയാവുന്ന കാര്യമായിരിക്കും. കാർബൺ എടുത്തിട്ട് നമുക്കുള്ള ഓക്സിജൻ തരുന്നു, നമുക്ക് ജീവവായു തരുന്ന സാധനമാണ് നമ്മുടെ സ്വന്തം മരം. ആ സാധനത്തെയാണ് നമ്മൾ ഓരോരുത്തർ പൈസയ്ക്ക് കഴുപ്പുമുത്ത് വെട്ടിക്കളയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹിക്കേണ്ട ഒരാളാണ് നമ്മുടെ സ്വന്തം മരം. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരാളാണ് നമ്മുടെ മരം. അപ്പോൾ ആ മരത്തെ നമ്മൾ ഒരിക്കലും വെട്ടിക്കളയാനോ നശിപ്പിച്ച് കളയാനോ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ഞാൻ പറയുന്ന കാര്യം. ഞാനതുകൊണ്ട് തന്നെ ഇത്രയും മരങ്ങൾ പോയിട്ടും ഇതിനെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഈ മരങ്ങൾ നടുന്നത് 1000 മരം അത് ഞാൻ ഉറപ്പായിട്ട് നടും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, മരത്തെ ഒരിക്കലും വെട്ടിക്കളയരുത്. നമ്മുടെ ഏറ്റവും വേണ്ടൊരു സാധനമാണ്, നമ്മുടെ റെയർ സാധനമാണ്. ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇല്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ മരത്തെ സ്നേഹിക്കുക, മരം നടുക, ഓരോരുത്തരും ഓരോ തൈ നടുക. നമ്മുടെ ജൂൺ 5 വരുന്നുണ്ട്, അന്നെല്ലാവരും കാണും, ഫോട്ടോയ്ക്ക് എടുക്കാനും മരം നടാനൊക്കെ കാണും. അത് പിന്നീട് ഓരോ ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയാവുന്നത്ര ഓരോ മരം നടുക. അത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന സാധനമാണ്. ഇത്രേ പറയാനുള്ളൂ. ചെറിയൊരു വീഡിയോ, പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ടാറ്റ.